मैं तेरा तू मेरी धीरे धीरे से खो गए धीरे. റോസെ എല്ലാം ഓക്കെ അല്ലേ? സാറൊന്ന് വരുമെന്ന് അറിയാലോ. യെസ് സാർ, എല്ലാം ഓക്കെ ആണ്. അറിയാലോ, ജോൺ സാറിനെ പോലെ അല്ലേ ഇവാൻ സാർ എല്ലാം നോക്കും. അപ്പൊ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്കും വരാൻ പാടില്ല. ഓക്കെ ഓക്കെ സാർ. എന്താ ജോൺ സാറ് വരാത്തത്? അത് പിന്നെ സാറ് കമ്പനി ഫുൾ ഇവാൻ സാറിനെ ഏൽപ്പിച്ചു. സാർ, അതിന് ഇവാൻ സാറിന് എക്സ്പീരിയൻസ് ഉണ്ടോ? അതൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് ശമ്പളം വാങ്ങിക്കാം, അത്രേ ഉള്ളൂ. അത് ശരിയാ. റോസെ, സാറ് വരെ ഇനിയും ടൈമുണ്ട്. 20 ഇല്ലെങ്കിൽ നമുക്കൊരു കോഫി കുടിച്ചാലോ? ഓക്കെ, വൈ നോട്ട്. ഇവാൻ പോയോ ജീന? അവൻ പോയി. അല്ല, നിങ്ങൾ എന്തിനാ ഇപ്പഴേ അവനെ കമ്പനിയിലോട്ട് വിട്ടത്? അവൻ പഠിച്ചു കഴിഞ്ഞല്ല ഉള്ളായിരുന്നു. ഇവാനെ എന്റെ മോന, അവനെ കമ്പനി നോക്കാൻ ആരും പഠിപ്പിക്കണ്ട. നോക്കിയാ മതി. സാർ, ഇമ്പോർട്ടൻറ്റ് ഫയൽസ് ഒക്കെ ഉണ്ട്. ഓക്കെ. എൻ്റെ പിയുടെ കാര്യം എന്തായി? സാർ നാളെ ജോയിൻ ചെയ്യും. ഓക്കെ. ആ ഡീറ്റെയിൽസ് ഒക്കെ എനിക്കൊന്ന് മെയിൽ ചെയ്തേക്ക്. ഐഡിയ സാറിനെ കണ്ട എന്ത് ലുക്കാണ്? ആടി ലുക്കൊക്കെ നീ കണ്ടോ? അങ്ങേരെ ഞാൻ വളയ്ക്കും. കാണാം. അങ്ങാരെ നിന്നെ ഓടിക്കാതെ നോക്കിക്കോ. ആടി കാണാം. വാട്ട് ദയാ? സാർ, മേ ഐ ഗെറ്റ് ഇൻ? The holes of my sweater, and if I may just take your breath away, I don't mind if there's not much to say. Sometimes the silence guides the mind to move to a place so far away. സാർ, ഇതാണ് നിങ്ങളുടെ ന്യൂ PA. ഫെലിക്സ് ഡേ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്ക്. ഓക്കെ, യു ക്യാൻ ഗോ നൗ. ഓക്കെ സാർ, വരൂ മാഡം. ഇവാൻ, അത് പിന്നെ എനിക്ക് ഐ എം യുവർ ബോസ്, കോൾ മീ സാർ. സോ പ്ലീസ് ലീവ് മീ. സാർ, ഇന്ന് 2 മീറ്റിംഗ്സും ഒരു പ്രൊജക്റ്റും ഉണ്ട്. അതെല്ലാം ക്യാൻസൽ ചെയ്തേക്ക്. ബട്ട് സാർ, അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. തനിക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞാൽ ക്യാൻസൽ ചെയ്താൽ മതി. ഓക്കെ സാർ. ഇവാൻ ഇപ്പോഴും എന്നോട് ആ പഴയ ദേഷ്യം. എത്രയും പെട്ടെന്ന് ഇവാനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം. എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലെന്ന് ഇവാനെ മനസ്സിലാക്കണം. ട്രസ്റ്റ് മീ ഇവാൻ, ഞാൻ ഒരിക്കലും നിന്നെ ചാച്ചിട്ടില്ല. ഹലോ ഇഷൻ, നീ എപ്പോൾ ഇങ്ങെത്തും? ഹലോ മമ്മി. മമ്മ, ഞാൻ നാളെ മോർണിംഗ് ഫ്ലൈറ്റിൽ അങ്ങ് എത്തും. എക്സ്ക്യൂസ് മീ. മമ്മ, ഞാൻ പിന്നെ വിളിക്കാവേ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, എനിക്ക് ആ വിൻഡോ സീറ്റ് ഒന്ന് തരാമോ? ഓക്കെ, തരാം. താങ്ക് യു. ഓക്കെ. മലയാളിയാണോ? അല്ല. ഇവളിപ്പോ മലയാളമല്ലേ പറഞ്ഞേ? എന്റെ പൊന്നെ, ഇവക്ക് എന്തൊരു ജാട. ഇവളുടെ അപ്പന്റെ വകയാന്ന് വിചാരം ഫ്ലൈറ്റ്. മമ്മേ, ഞാൻ വന്നു. അയ്യോ, എന്റെ തകടുമ വന്നു. മമ്മിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ തക്കുടൂന്ന് വിളിക്കല്ലെന്ന്. തള്ളയുടെ ഒരു തക്കുടു. പിന്നെ തക്കുടൂനെ ഞാൻ തക്കുടൂന്നല്ലാതെ പിന്നെ എന്തോന്നാടാ വിളിക്കണ്ടേ? എന്തായാലും നീ വാ, ഫുഡ് കഴിക്കാം. മമ്മി വാ, ഫുഡ് കഴിക്കും. എനിക്ക് ആനെ തിന്നാനുള്ള വിശപ്പുണ്ട്. എന്താ സാർ, വരണോന്ന് പറഞ്ഞു? ദേ, ഈ ഫയൽ ഫുള്ള് ഇന്ന് ഈവനിങ്ങിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ ക്യാബിനിൽ എത്തിക്കണം. അയ്യോ സാർ, ഇത് ഒത്തിരി ഉണ്ടല്ലോ. ഐ ഡോണ്ട് നീഡ് എനി എക്സ്പ്ലനേഷൻ. ഡു വാട്ട് ഐ സേ. ഓക്കെ സാർ. ദയ, നിനക്കിട്ട് പണി ഞാൻ ഇനിയും തരുവേടി. നീ എന്നെ പറ്റിച്ചിട്ട് പോയവളല്ലേടി. അങ്ങനെ ഓരോരോ ദിവസം ഇവാൻ ടേക്കിട്ട് ഓരോരോ പണികൾ കൊടുത്തോണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം ദേഷ്യം സഹിക്കാൻ വയ്യാതെ ടേയ, ഇവാൻ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാറുണ്ട്. പ്ലീസ്, നീ എനിക്ക് ഒരു 10 മിനിറ്റ് തരണം. എനിക്കൊന്നും കേൾക്കണ്ട. ഇനി നീ എക്സ്പ്ലനേഷൻ തന്ന് ബുദ്ധിമുട്ടണമെന്നില്ല. പ്ലീസ് ഇവാൻ, ട്രസ്റ്റ് മീ. അന്ന് അവിടെ നടന്നത് എന്തുവാന്ന് പറയാൻ നീ എന്നെ ഒന്ന് സമ്മതിക്കുവാൻ. ഇവാൻ പോവല്ലേ? ഇവാൻ, എന്നെ ഒന്ന് കേക്ക്. ഇവാൻ.
ഇവാൻ, നിനക്ക് നല്ലൊരു മാരേജ് പ്രപ്പോസൽ വന്നിട്ടുണ്ട്. ഞങ്ങളത് പ്രൊസീഡ് ചെയ്യാൻ പോവുക. എന്ത് മാരേജോ? എന്നോട് ചോദിക്കാതെ എന്നെ മാരേജ് ഉറപ്പിക്കുന്നു? ഇവാൻ, നീ ആരോട് സംസാരിക്കാനുള്ള ബോധം നിനക്കുണ്ടോ? മമ്മ, എനിക്കിപ്പോ മാരേജ് വേണ്ട. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. ഇത് പ്രിപ്പയർ ചെയ്യാൻ എക്സാം ഒന്നുമല്ല. ഞങ്ങളിത് തീരുമാനിച്ചു കഴിഞ്ഞു. നാളെ നമ്മളവിടെ പോകും. പപ്പ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. നാളെ നമ്മൾ പോകുമെന്ന് പറഞ്ഞാൽ പോകും. ഈ മാരേജ് എന്തായാലും നടക്കും. കുറെ നാളാ നീ നോ പറയാൻ തുടങ്ങിയിട്ട്. ഇവാൻ, നീ നോക്കിക്കേ, മാരേജ് എന്തായാലും നടക്കും. മമ്മ, എന്റെ മാരേജ് എന്നാ? തക്കട്, ആദ്യം നീ നിന്റെ തലേന്ന് മുട്ടത്തോടെടുത്ത് മാറ്റാം, എന്നിട്ട് നമുക്ക് മാരേജ് ഒക്കെ ചെയ്യാം. മമ്മ, ആലിസ, ഇതേ അവര് വന്നു കേട്ടോ. ജോണെ, എത്ര ഇട കണ്ടിട്ട്? നിനക്ക് സുഖമാണോ? ആടാ, സുഖമാ. എത്ര നാളായി കണ്ടിട്ട്. എന്തിയാ ആലിസ്? ഞാനിവിടെ ഉണ്ട്. ജീന, എത്ര നാളായി കണ്ടിട്ട്? അതേടെ ആലിസ, എത്രയായി കണ്ടിട്ട്? ഇതാടാ എന്റെ മൂത്ത മോൻ ഇവാൻ ജോൺ. ഇവനാ ചെറുക്കൻ. ഹായ് അങ്കിൾ. ഇതെന്റെ രണ്ടാമത്തെ മോൻ ഇഷാൻ ജോൺ. ആലിസെ, മോളെ വിളിച്ചേ. നീ മോളെ വിളിച്ചിട്ട് വാ. നീയോ? ഓ, നിങ്ങൾക്ക് നേരത്തെ അറിയാവോ? പപ്പ, ഞാൻ ഇവാൻ സാറിന്റെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ആന്നോ? അപ്പോൾ അത് കാര്യമായല്ലോ. മാരേജ് കഴിഞ്ഞ് ഒരുമിച്ച് പോവാല്ലോ. അതെ അതെ. എന്നാ പിള്ളേർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടേ ആകാം. നീ ഇവാനെ റൂമിലോട്ട് കൊണ്ടുപോ. എടി, അപ്പൊ നീ കരുതിക്കൂട്ടിയാണല്ലേ എടി? ഇവാൻ, നീ ചുമ്മാ എന്നെ തെറ്റിദ്ധരിക്കില്ല. എനിക്കൊന്നും അറിയില്ല. ആടി, ഇല്ല, നിനക്കൊന്നും അറിയില്ല. നീ എന്തിനാ ഇവാൻ ചുമ്മാ ഇങ്ങനെ? ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുന്നേ. എനിക്കൊന്നും കേൾക്കണ്ട. നീ നോക്കിക്കോ. നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ദൈവമേ, ഈ ഇവാൻ എന്നാണ് എന്നെ ഒന്ന് മനസ്സിലാക്കുന്നത്? മോളെ, നിനക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ലേ? അവർക്ക് സമ്മതമാ. അപ്പൊ എല്ലാം ഓക്കെ സ്ഥിതിക്ക് നമുക്ക് കല്യാണം ഉറപ്പിക്കാം. ഓക്കെ, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു മുഹൂർത്തത്തിൽ കല്യാണം നടത്താം. എന്നാ മാത്യു, ഞങ്ങൾ ഇറങ്ങട്ടെ. ആ ജോനെ, ശരി. ഞങ്ങൾ മുഹൂർത്തം നോക്കിയിട്ട് വിളിക്കാം. ആലിസ, അതാ ഞങ്ങൾ ഇറങ്ങുവാണേ. ജീന. ജനമാലൈ മനമകിഴ്ந்தாள். ചെന്താർമിഴി പൂന്തേ മൊഴി കണ്ണിനു കണ്ണാമെൻ കൺമണി. ചെന്താർമിഴി പൂന്തേ മൊഴി കണ്ണിനു കണ്ണാം എൻ കൺമണി. കണ്ണൂഞ്ചലാടും മങ്കൈ മണി നീ മാർഗഴി തിങ്കളിൻ മടുമലർ മടിത്തട്ടിലേ പൊന്മാനോ പാൽ കനവോ. ജീവനിൽ ഒഴുകുന്നു ഞാൻ ഒരു സ്നേഹഗംഗ നൈർമല്യമാ. എത്ര കണ്ടാലും മതിവരില്ലല്ലോ നിന്റെ നിലാചന്തം. പിന്നിൽ നിന്നിന്റെ കണ്ണു പൊത്തുമ്പോ എന്നെ മറന്നു ഞാൻ. നീലാമ്പൽ തേടി നമ്മൾ പണ്ടലഞ്ഞപ്പോൾ നീ തണ്ടുലഞ്ഞൊരാമ്പൽ പൂവായി നിന്നപ്പോൾ വരിവണ്ടായി ഞാൻ മോഹിച്ചു. നിൻ ജീവനിൽ ഒഴുകുന്നു ഞാൻ ഒരു സ്നേഹഗംഗ നൈർമല്യമാ.
കണ്ണേനു കണ്ണാമെൻ കൺമണി കണ്ണൂഞ്ചലാടും മങ്കൈമണി നീ മാർഗഴി തിങ്കളിൻ മടുമലർ മടിത്തട്ടിലേ പൊന്മാനോ പാൽക്കനവോ നിൻ ജീവനിൽ ഒഴുകുന്നു ഞാൻ ഒരു സ്നേഹഗംഗ നൈർമല്യമായി ജയ, നീ ജയിച്ചു എന്ന് വിചാരിക്കണേ, നിന്നെ ഞാൻ ഒരിക്കലും എന്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പോകുന്നില്ല. ഇവാൻ നിന്റെ പ്രോബ്ലം എന്താ? ഞാൻ നിന്നോട് പറഞ്ഞ നീ എന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഞാൻ പറയുന്ന ഒന്ന് കേക്ക് നീ ഫസ്റ്റ്. എനിക്ക് നീ പറയുന്നൊന്നും കേൾക്കണ്ട, നീ എന്നെ ചതിച്ചവളാ. ഇവാൻ അങ്ങനെ പറയരുതേ. ട്രസ്റ്റ് മീ, ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല. മിണ്ടാതെ പോടി, എനിക്ക് ഇതിനെ കാണുന്നതന്നെ ഇഷ്ടമല്ല. ഇവാൻ ഇവാൻ പ്ലീസ്. ആ മോൾ എണ്ണീറ്റോ? ആ അമ്മേ, മോളെ നീ ചായ കൊണ്ട് അച്ഛന് കൊടുക്കാം കേട്ടോ. ആ ഓക്കെ മമ്മി. ആ, ഇന്ന് മോളാണോ ചായ കൊണ്ടുവന്നേ? പപ്പ. ഇവാൻ എണ്ണിട്ടോ മോളെ? ഇല്ല പപ്പ, ഇവാൻ എണ്ണീറ്റില്ല. മോളെ നീ ചായ കൊണ്ട് ഇവാന് കൊടുക്കേ. ആ ഓക്കെ മമ്മി. ഇതെന്തുവാ? ചായ. നീ കൂടുതൽ ഭാര്യയുടെ വേഷമൊന്നും കെട്ടാൻ ശ്രമിക്കണ്ട, എന്റെ മനസ്സിൽ നിനക്ക് ഒരു സ്ഥാനവും ഇല്ല. ഇവാൻ, എനിക്ക് നീ ഇന്നൊരു സർവന്റ് മാത്രമായിരിക്കും, ഓഫീസിൽ പി ചെയ്യും. പിന്നെ ഇതൊന്നും ചെന്ന് മമ്മിയോട് പറഞ്ഞേക്കല്ലേ. ഞാനങ്ങനെ ചെയ്യില്ല ഇവാൻ. എനിക്ക് മമ്മയുടെ പപ്പയുടെ സങ്കടം കാണാൻ വയ്യ. ഹാ, എന്നാ നിനക്ക് കൊള്ളാം. പിന്നെ മമ്മിയുടെയും പപ്പയുടെ മുന്നിൽ നമ്മളെപ്പോഴും ഇഷ്ടമുള്ളതുപോലെ ആക്ട് ചെയ്തേക്കണം. ഓക്കെ. ഇവൻ, നീ എവിടെ പോവാ? ഞാൻ ഓഫീസിൽ പോവാ പപ്പ. ഇന്നലെ അല്ലേ മാരേജ് കഴിഞ്ഞ്, നീ ഇന്ന് ഓഫീസിൽ പോവണ്ട. പറ്റില്ല മമ്മി, ഇന്നൊരു ഇമ്പോർട്ടന്റ് വർക്കുണ്ട്. അത് പോയാൽ നമ്മുടെ കമ്പനിക്ക് ഒരുപാട് നഷ്ടം വരും. ആണോ? എന്നാ പോയിക്കോ. ശരി. കേമോള് വരുന്നുണ്ടോ? ഉണ്ട് മമ്മി, ഞാൻ പോകുന്നുണ്ട്. ഓക്കെ, എന്നാ നിങ്ങൾ പോയിട്ട് വാ. ഓക്കെ മമ്മി പപ്പ, ഞങ്ങൾ പോയിട്ട് വരാം. സാർ, ഒരു പ്രോബ്ലം ഉണ്ട്. എന്താ? സാർ, മോഡൽ വന്നിട്ടില്ല. ഷിറ്റ്, ഇനി എന്തോ ചെയ്യും? അറിയില്ല സാർ, കുറെ വിളിച്ചു എടുക്കുന്നില്ല. ഓരോന്ന് ഇറങ്ങിക്കോളും മനുഷ്യന്റെ സമാധാനം കളയാനെ കൊണ്ട്. സാർ, നമുക്ക് ആക്കിയാലോ? അതൊന്നും ശരിയാത്തില്ല, അവക്കിതൊന്നും അറിയില്ല. സാർ, അത് പറഞ്ഞു കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ട്രെയിനറും ഉണ്ട്. എന്താ സാർ? നിനക്ക് മോഡലാവാൻ പറ്റുമോ? സാർ, ഞാനോ? എനിക്കറിയില്ല. റോസ് എല്ലാം പറഞ്ഞുതരും, പിന്നെ ട്രെയിനറും ഉണ്ട്. ആ ഓക്കെ സാർ. റോസ് സ്റ്റേക്കെല്ലാം പറഞ്ഞു കൊടുക്കും. പിന്നെ ഫിലിക്സ്, നീ അവിടെ ഒന്ന് നിൽക്ക്. എന്താ സാർ? നീ ഒറ്റൊരുത്തം പറഞ്ഞിട്ടാ ഞാൻ മോഡലാക്കിയത്. ഈ പ്രോജക്റ്റ് കാണാൻ പോയാ അറിയാലോ നിനക്ക് എന്നെ. ഇല്ല സാർ, ഈ പ്രോജക്റ്റ് നമുക്ക് തന്നെ കിട്ടും, ബിക്കോസ് ഷീ ഈസ് ബ്യൂട്ടിഫുൾ. വേറെ മോഡലിനെ ഒന്നും കിട്ടത്തില്ലയോ? ഇല്ല സാർ, ഇനി കോമ്പറ്റീഷന് 2 വീക്സും കൂടെ ഉള്ളൂ. കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഓക്കെ. ഫിലിക്സ്, എല്ലാം സെറ്റ് അല്ലേ? സാർ ഓക്കെ ആണ്, എന്നാലും ഒരു ടെൻഷൻ. ശരിയായില്ല പൊന്നു മോനെ, നീ ആ ജോലി അങ്ങ് മറന്നേക്കാട്ടോ. സാറേ, ഇങ്ങനെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ. ഇതെന്റെ ഫസ്റ്റ് അറ്റംപ്റ്റാ, അതുകൊണ്ട് ഇതെനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ ഫിലിക്സേ. ഓക്കെ സാർ, ഇങ്ങാരിത് സമ്മതിക്കത്തില്ല. നീ പൊളിച്ചു മുത്തേ. താങ്ക് യു ഫിലിക്സ്. സൂപ്പർ ഡാ. താങ്ക്സ് ഡാ. ഇവാൻ എന്തോന്നും പറയാതെ പോയത്. Hey guys, are you excited to know the winner? And the winner of Best Designer Company Award goes to JJ Group of Company. നമ്മളോ? Congratulations, Mr. Ivan John.
ഇവാൻ ഇപ്പോഴും ജയോട് ദേഷ്യമാണ്. ഇതുവരെ ദേഷ്യം മാറിയിട്ടില്ല. ഇവാൻ, ഞാനിന്ന് ഓഫീസിൽ വരുന്നില്ല, എനിക്ക് ഒട്ടും വയ്യ. ആ ഓക്കെ. ഇന്ന് വരുന്നില്ലേ? ഇല്ല മമ്മി, അവൾക്ക് വയ്യാന്ന്. മോനെ, ഇന്ന് ലിസ വരും കേട്ടോ. ആ ഓക്കെ മമ്മി, അവളെന്നെ വിളിച്ചായിരുന്നു. ആ മോനെ. ഇതാര്? മലയാളം അറിയാത്ത മലയാളിയോ? അല്ല, ബംഗാളിയാ. ഓ, ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലേടോ. ഓ, അത് ശരി. അല്ല, താനെന്താ ഇവിടെ? സാധാരണ ഷോപ്പിംഗ് മാളിൽ എല്ലാരും എന്തിനാ വരുന്നത്? ഓ ശരിയാ. എന്നിട്ട് ഷോപ്പിംഗ് കഴിഞ്ഞോ? കഴിഞ്ഞു. എന്റെ ഷോപ്പിംഗ് കഴിഞ്ഞു. വേണമെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഓ, അത് ബുദ്ധിമുട്ടാവും. ഏയ്, എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. അയ്യോ, ഞാൻ എന്റെ കാര്യമാ പറഞ്ഞത്. ഓ, ആക്കിയതല്ലേ. ഓ, അങ്ങ് മനസ്സിലാക്കി കളഞ്ഞല്ലോ. എന്തുവാടോ, ഒന്നും അല്ലെങ്കിലും നമ്മൾ റിലേറ്റീവ്സ് അല്ലേ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ആ ഓക്കെ. ഇവാൻ, എത്ര നാളായിടാ കണ്ടിട്ട്? ആ അതേടി, നീ വല്ലതും കഴിച്ചോ? ആടാ, കഴിച്ചു. ആടി, എന്നാ ഓക്കെ, ഞാൻ നാളെ സംസാരിക്കാം. ഞാൻ ഇന്ന് കുറച്ച് ടയേർഡാണ്. ആ ഓക്കേടാ. ഇതെല്ലാം ജയ കാണുന്നുണ്ടായിരുന്നു. അവൾ ഒന്നും മിണ്ടാതെ പോയി കിടക്കുന്നു. ഇവാൻ റൂമിലേക്ക് നടന്നു. ഇവൾ ഉറങ്ങി എത്ര പെട്ടെന്ന്. ജയ, നീ ഇന്ന് വരുന്നുണ്ടോ? ഇല്ല ഇവാൻ. ഓക്കെ, ഫുഡ് കഴിക്കാൻ വാ. ആ ഓക്കെ. ഇവാൻ, ഇതാരാ? ഓ, ലിസമോൾ അറിഞ്ഞില്ലേ? ഇവാന്റെ മാരേജ് കഴിഞ്ഞു. ഇത് ഇവാന്റെ വൈഫാ ജയ. ഓ ഹായ് ജയ, ഞാൻ ഇവാന്റെ കസിനാ ലിസ. ഹായ് ലിസ. ജയമോളെ, നീ ഇന്ന് പോകുന്നില്ലേ? ഇല്ല അമ്മ, എനിക്ക് ഇന്നലത്തെ പോലെ നല്ല തലവേദന ഇന്നും ഉണ്ട്. ഹോസ്പിറ്റലിൽ വല്ലതും പോണോ മോളെ? ഓ വേണ്ട മമ്മി, മെഡിസിൻ ഉണ്ട്, പിന്നെ റെസ്റ്റ് എടുത്താൽ മാറും. ആ ഓക്കെ മോളെ, എന്നാ മോൾ ഫുഡ് കഴിച്ചിട്ട് പോയി റെസ്റ്റ് എടുക്ക്. ഇന്നലെ ലിസയോടൊന്നും പറയാൻ പറ്റിയില്ല. ഇന്നെന്തായാലും അവളോട് പോവാന്ന് പറഞ്ഞിട്ട് വരാം. ഹലോ രാഹുൽ, ഇതിനായിരുന്നു അന്ന് നമ്മളെല്ലാം ചെയ്തത്. ജയയുടെയും ഇവാന്റെയും ഇടയിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയത്. നീ എന്ത് തേങ്ങയാടി പറയുന്നത്? അതിനിപ്പോ എന്തോ ഉണ്ടായത്? ഇവാന്റെ മാരേജ് കഴിഞ്ഞടാ, അതും ജയായിട്ട്. ഇതെങ്ങനെ? ഇനി എന്തോ ചെയ്യും? നീ ഇനി ഒന്നും ചെയ്യണ്ട, എനിക്കറിയാം എന്തോ ചെയ്യണോന്ന്. ഇവാൻ ഇതെല്ലാം കേട്ട് ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുന്നു. ഇത് ലിസയും രാഹുലും ചെയ്യുന്നതാണോ? എന്നെയും ചെയ്യുക അകറ്റാൻ വേണ്ടി? ഓ ഷിറ്റ്, എനിക്കറിയാം ഇനി എന്തോ ചെയ്യണമെന്ന്. ലിസയ്ക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഹലോ ഫിലിക്സ്, ആരെന്നെ ഇവിടെ കെട്ടിയിട്ടേക്കുന്നത്? നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്തോ വേണ്ടുന്നത്? അതൊക്കെ സാറ് വരും പാരെ, നീ ഇപ്പൊ അവിടെ അടങ്ങി അങ്ങ് ഇരിക്കും. നീ എന്നെ ഒട്ടും ഇവിടെ പ്രതീക്ഷിച്ചില്ല അല്ലേടാ? ഇവാൻ, നിനക്ക് എന്തുവാ വേണ്ടത്? എനിക്ക് അറിയണോടാ, അന്ന് കഫേയിൽ എന്തോ നടന്നതെന്ന് അറിയണം. നീ ആര് പറഞ്ഞിട്ട് അത് ചെയ്തോന്നും എനിക്കറിയണം. എന്താ ആര് പറഞ്ഞിട്ട്? നീ എന്തായി പറയുന്നത്? നിനക്കൊന്നും അറിയില്ല അല്ലേടാ? സത്യം പറഞ്ഞു, അന്ന് എന്തോ അവിടെ നടന്നതെന്ന് എനിക്ക് അറിയണം. നീ പറയുന്നുണ്ടോ അതോ ഞാൻ എന്റേതായ രീതി പറയിപ്പിക്കണം? സത്യം പറഞ്ഞു, എന്തിനാ നീ അത് ചെയ്തത്? ആരാ നിന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത്? എനിക്ക് അറിയണോ അത്? എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ പറയാം. ഞാനല്ല അന്ന് ചെയ്തത്, ലിസ പറഞ്ഞിട്ട്. എന്തിന്? ലിസയ്ക്ക് ഇവാനെ ഇഷ്ടമാണ്, അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ ഇടയിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയത്. അന്നവിടെ നടന്നത്, ഞാൻ ജയോട് കള്ളം പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് വയ്യ, ഹോസ്പിറ്റലാന്നൊക്കെ ഞാൻ കുറച്ച് ഇമോഷണലായി പറഞ്ഞു. അപ്പം അവളാണെങ്കിൽ എന്നെ ആശ്വസിപ്പിച്ചപ്പോഴാണ് ഞാൻ അവളെ ഹഗ് ചെയ്തത്. അല്ലാതെ ഞങ്ങളുടെ ഇടയിൽ ഒന്നുമില്ല, സത്യമായിട്ടും ഒന്നുമില്ല. എടാ പന്ന നായ, നീ കാരണം ഞാൻ എൻ്റെ പെണ്ണോട് അങ്ങനെയൊക്കെ പെരുമാറിയത്. ഇവാൻ, ഞാൻ സത്യമായിട്ട് ലിസ പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്ത്, എന്നെ ഒന്നും ചെയ്യല്ലേ. ഇവാൻ ദേഷ്യത്തിൽ അവിടെ നിന്ന് കാർ എടുത്ത് പോകുന്നു. നീ ഫ്രീ ആണോ? എന്താ ലിസ, പറഞ്ഞോളൂ. നിന്നോട് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നീ വെറുതെ എന്തിനാ എന്റെ ഇവാന്റെ ലൈഫിൽ വന്നത്? ലിസ, നീ എന്തു ഈ പറയുന്നത്? ഞാൻ എന്തുവാ ചെയ്തത്? നിനക്കൊന്നും അറിയില്ലല്ലേടി. എന്താ ലിസ നീ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നീ എന്നിലും എന്റെ ഇവാനെ തട്ടിയെടുത്തു. ഞാനും ഇവാനും തമ്മിൽ റിലേഷനിലായിരുന്നു. റിലേഷനിലോ? എന്താ? വിശ്വാസമായില്ലെങ്കിൽ നീ ഇത് കണ്ടു നോക്ക്. ഒന്ന് പോയിക്കൂടെ ഞങ്ങളുടെ ലൈഫിൽ നിന്ന് ഇനിയെങ്കിലും? നീ എന്തിനാ എല്ലാവർക്കും ഇങ്ങനെ ശല്യമാവുന്നത്? ഇവാന് നിന്നെ ഒട്ടും ഇഷ്ടമല്ല. ലിസ ഇവാന് റിലേഷനിലായിരുന്നു. ഞാനാണോ അവരുടെ ലൈഫിൽ വന്നത്? ആർക്കും ഉപകാരമില്ലാത്ത ഈ ലൈഫ് എന്തിനും? എനിക്ക് ലൈഫിന് വേണ്ട.
violet, blue, green, red. To keep me out, I win. There's things I wanna say to you, but I'll just let you live. Like if you hold me without hurting me, you'll be the first to ever did. There's things I wanna talk about, but better not fight. Blue, green, red. To keep me out, I win. There's things I wanna say to you, but I'll just let you live. മോളെ ഇന്ന് എന്നെ എന്തായാലും ടേയോട് സോറി പറയണം. പക്ഷേ അവൾ എന്നോട് പറഞ്ഞതാ ഞാൻ അവളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. പക്ഷെ അത് കേട്ടില്ല, എന്ത് ചെയ്യാനാ? ചേട്ടാ പെട്ടെന്ന് സിറ്റി ഹോസ്പിറ്റലിലേക്ക് വാ. എന്തിനാടാ? ജയ അത് പിന്നെ എന്താടാ? എന്താ ടേയ്ക്ക്? ജയ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു. ഇപ്പോൾ സിറ്റി ഹോസ്പിറ്റലില്ല, പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഓ ചെയ്യാ, ഞാൻ വന്നു. ജീന, എന്റെ മോൾക്ക് എന്താ പറ്റിയത്? അറിയില്ല ആലിസെ, ഞാൻ ചെന്നപ്പോ എന്റെ മോള്. അമ്മ എന്താ ചേച്ചിക്ക്? അറിയില്ല മോളെ. മമ്മ എന്താ ടേയ്ക്ക് പറ്റി? എന്താ ഉണ്ടായേ? അറിയില്ല മോനെ, ഞാൻ ചെന്ന് നോക്കിയപ്പോ അവള് കൈ മുറിച്ച് കിടക്കുവാ. ആരാ ടേയുടെ കൂടെ വന്നത്? ഞാനാ ഡോക്ടർ, ടേയുടെ ഹസ്ബൻഡ്. ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ട്. കറക്റ്റ് ടൈമിൽ വന്നതുകൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ഡോക്ടർ എനിക്കൊന്ന് ടേനെ കാണാൻ പറ്റുമോ? ഇപ്പൊ കാണാൻ പറ്റില്ല, നാളെ റൂമിലേക്ക് മാറ്റുമ്പോൾ കാണാം. ഓക്കെ ഡോക്ടർ. റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്, കാണേണ്ടവർക്കൊക്കെ കയറി കാണാം. മോളെ, നീ എന്തിനാ ഇത് ചെയ്തത്? ഓളെ നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നോടോ അല്ല ഇവാനോടെങ്കിലും ഒന്ന് പറഞ്ഞുകൂടായിരുന്നു. നീ എന്തിനാ ഇത് ചെയ്യാൻ പോയേ? മോളെ ജയ, നീ ഓക്കെ അല്ലേ? എല്ലാവരും ഒന്ന് പുറത്തേക്ക് പോവാമോ? എനിക്ക് ചേച്ചിയോടൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം. ചേച്ചി, എന്തോ പ്രോബ്ലം? മോളെ അത് പിന്നെ ചേച്ചി, ഇത് ലിസ ചുമ്മാ പറഞ്ഞയാണെങ്കിലോ? ചേച്ചി ഇവാൻ ചേട്ടനോട് ചോദിച്ചു നോക്ക്, എന്നിട്ട് നിങ്ങൾ തമ്മിലുള്ള പ്രോബ്ലം എല്ലാം പറഞ്ഞു തീർക്ക്. അല്ലാതെ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? മോളെ അത് പിന്നെ എനിക്ക് അപ്പൊ അങ്ങനെയാ തോന്നിയത്. കരയാതെ ചേച്ചി, റെസ്റ്റ് എടുക്ക്. ഞാൻ ചേട്ടനെ ഇങ്ങോട്ട് വിടാം. എന്റെ ടേയ, നീ എന്തോ പരിപാടിയാ കാണിച്ചത്. നിനക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ എനിക്ക് പിന്നെ ആരുണ്ട്? ഇവാനാണോ ആളില്ലാത്തത്? അല്ലേ തന്നെ എനിക്ക് എന്തോ പറ്റിയ ഇവാൻ എന്തുവാ? ഇവാൻ എന്നോട് ദേഷ്യമല്ലേ? ടേയ, നീ എന്തു ഈ പറയുന്നത്? ലിസ എന്നോടെല്ലാം പറഞ്ഞു, ഞാൻ എല്ലാം അറിഞ്ഞു. ലിസയോ? ലിസ എന്താ എന്നോട് പറഞ്ഞേ? ടേയ, അവൾ പറഞ്ഞത് ഫുൾ കള്ളത്തരമാണ്. അപ്പൊ ലിസ പറഞ്ഞതെല്ലാം കള്ളമാണോ? അതെ. അപ്പൊ ആ ഫോട്ടോയോ? ആ ഫോട്ടോ ഞങ്ങൾ നേരത്തെ എടുത്തേ. പിന്നെ ആ രാഹുലിനെ കൊണ്ട് അന്ന് അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത് ലിസയാണ്. ലിസയോ? അവൾ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത്? അവൾക്ക് എന്നെ ഇഷ്ടമാണ്, അതുകൊണ്ട് അവൾ അങ്ങനെയൊക്കെ ചെയ്തത്. ഇവാൻ, സോറി ഇവാൻ. ഞാനല്ലേ ടേയ സോറി പറയേണ്ടത്? ഞാനല്ലേ നിന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നിന്നോട് ഓരോന്നൊക്കെ ചെയ്തത്? ടേയ, ഐ എം റിയലി സോറി. ഇവാൻ, ഐ ലവ് യു സോ മച്ച് ഇവാൻ. ഐ ലവ് യു മോർ ടേയ. ട്രസ്റ്റ് മീ ടേയ, ഞാൻ നിന്നെ വിട്ടിട്ട് ഒരിക്കലും പോകത്തില്ല.